കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. റമദാൻ ആകുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ 3 തരം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒന്ന് ചിക്കൻ ഫഹീത്ത റോളാണ്, പിന്നെ ഒന്ന് കാണിക്കുന്നത് വൈറ്റ് സോസ് ചിക്കൻ കട്ട്ലറ്റ്, മൂന്നാമതായിട്ട് ഒരു ചിക്കൻ പൊട്ടാറ്റോ കബാബ്. ഇത്രയുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ചിക്കൻ ഫഹീത്ത റോളാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്തിട്ട് 1-2 മിനിറ്റ് ഇതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ചിക്കൻ മുഴുവനും ഇതുപോലെ വെള്ള കളറായിട്ട് വരും. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പപ്രിക പൗഡർ ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ആയാലും മതി. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. ഈ പൊടികളെല്ലാം ചേർത്തിട്ട് ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സോസ് ചേർക്കാം. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ചില്ലി സോസാണ് ചേർക്കുന്നത്. ചില്ലി സോസ് ഇല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിലും കുറവായിട്ട് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഇതിങ്ങനെ വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത പൊടികളും സോസും ഒക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു വലിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം നേരിയതായിട്ട് നീളത്തിലരിഞ്ഞത്, അതുപോലെ ഒരു റെഡ് ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ മാത്രമേ കയ്യിലുള്ളെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി. അതുപോലെ ഒരു തക്കാളി അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതും നേരിയതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മുടെ ചിക്കനിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ക്രീമാണ്. ഞാനൊരു 1/3 കപ്പ് വരെ ക്രീം ചേർക്കുന്നുണ്ട്. ഞാൻ കുക്കിംഗ് ക്രീമാണ് ചേർത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർക്കാം. ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുക. നമുക്ക് ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പേസ്റ്റാക്കിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിന്ന് സ്പ്രിംഗ് റോൾ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിയതാണ്. അതെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് നോക്കിയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഷീറ്റ് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഫില്ലിംഗ് 1-2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ആദ്യം ഇതിൻ്റെ മൂല പിടിച്ച് ഒന്ന് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡും ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഇതങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ മുഴുവൻ റോളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മാസം വരെയൊക്കെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫ്രീസറിൽ വെക്കാൻ പറ്റിയ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിലൊക്കെ ഞാൻ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് 1 മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാം. റമദാനിലൊക്കെ നമുക്ക് ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യത്തിനെടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതിയല്ലോ, നമ്മുടെ ജോലി എളുപ്പമാവും. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നത് ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിതിൽ ബ്രെഡ് ക്രംസ് അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മുടെ സാധാരണ സ്പ്രിംഗ് റോൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചും മറിച്ചിട്ട് നല്ല ഗോൾഡൻ കളറാക്കി എടുക്കുക. അപ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഒരു പ്രത്യേക തരം ഫില്ലിംഗ് ആണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ചിക്കൻ ഫൈത്തയുടെ ആ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമുക്ക് വൈറ്റ് സോസ് ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക.
ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കാം. അതുപോലെ ഞാൻ കുറച്ച് സ്വീറ്റ് കോണും കൂടി ചേർക്കുന്നുണ്ട്. സ്വീറ്റ് കോൺ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മഷ്റൂം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനിയിപ്പോൾ ഒന്നും ചേർത്തില്ലെങ്കിലും നമ്മുടെ ക്യാപ്സിക്കം മാത്രമായിട്ട് ചേർത്താലും മതി കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേവിച്ച ചിക്കൻ ചേർത്തിട്ടുണ്ട്. ചിക്കൻ ഏകദേശം ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. അത് ഉപ്പും കുരുമുളകും ചേർത്ത് വേവിച്ച ചിക്കനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അത്രയും തന്നെ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്കൊരു സൈഡിലോട്ട് കുറച്ചൊന്ന് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം കൂടി സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഇതിൻ്റെ നടുവിലായിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ബട്ടറും മൈദയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ മൈദയുടെ പച്ച ചുവ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മിഡിലിൽ വെച്ചിട്ട് കുറച്ച് സമയം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വരെ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മൈദയും ബട്ടറും കൂടി പാലിലേക്ക് ആദ്യം നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിന് ശേഷം എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദ ചേർത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ, അതായത് ചിക്കനും മസാലയ്ക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ കൂടുതൽ മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാം കൂടി നല്ലതുപോലെ മിക്സായി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടണം കേട്ടോ, കാരണം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നല്ലോണം ഡ്രൈ ആയിട്ട് വരണം. അത്ര വരെ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ ഇത് തണുത്തൊന്ന് റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. ആ സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് കട്ട്ലറ്റിൻ്റെ രൂപത്തിലൊക്കെ ആക്കിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇത് കുറച്ച് നനവുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ മുട്ടയും പാലും അങ്ങനെ ഒന്നും തന്നെ ചേർക്കാതെയാണ് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുന്നത്. ബ്രെഡ് ക്രംസ് നല്ലോണം പിടിച്ച് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ പിടിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കലക്കിയതോ അല്ലെങ്കിൽ മുട്ടയിലും മുക്കിയിട്ട് വേണം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറിൽ ഇങ്ങനെ ആക്കി വെക്കുകയാണ്. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് 1 മാസം വരെയൊക്കെ സൂക്ഷിക്കാം. റമദാനിലേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലി എളുപ്പമാവും. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വീറ്റ് കോൺ ഇടുന്ന സമയത്തൊന്ന് കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നു കുറച്ച് അവിടെ ഇവിടെ നിന്നായിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രീസറിൽ വേണമെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഉണ്ടാക്കിയിട്ട് വെക്കാം. ആവശ്യമുള്ളപ്പോൾ ഇതേപോലെ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള കബാബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഫുഡ് പ്രോസസ്സർ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മിക്സിയുടെ ഒരു പൊടിക്കുന്ന ജാർ എടുക്കുക. അതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടിവരെ മല്ലിയില, പിന്നെ കുറച്ച് പുതിനയില ചേർക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് നമുക്കിതിലേക്ക് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്താലും മതി. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ വരെ തന്തൂരി മസാല പൗഡർ ചേർക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത്രയും തന്നെ. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂണിലും കുറവായിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ബ്രെഡാണ്. 3 പീസ് ബ്രെഡ് ഞാൻ ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം.
അപ്പോൾ ഫുഡ് പ്രോസസ്സറിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ട്. 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഫോർക്ക് അല്ലെങ്കിൽ പൊട്ടാറ്റോ മാഷർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെയൊന്ന് മാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ച ആ ഒരു മസാലയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് വരെ ചിക്കൻ വേവിച്ചത്, ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തതാണ്. അതിനുശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു കബാബിന് ചിക്കൻ ഇല്ലാതെ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല. ചിക്കനും കൂടി ചേർത്തപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിക്കനും കൂടി ചേർത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങായിട്ട് മാത്രം ചെയ്യണം എന്നുള്ളവർക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ചിക്കനും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം. ഞാൻ കുറച്ചൊരു ഓവൽ ഷേപ്പിലായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് പോലെയോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിങ്ങനെ പരത്തി റെഡിയാക്കി എടുക്കാം. കട്ട്ലറ്റിൻ്റെ അതേ ഒരു വണ്ണത്തിൽ തന്നെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഞാനിത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മുഴുവനും ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രെഡ് ക്രംസിന് പകരം വേറൊരു കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലി, അതായത് മുഴുവൻ മല്ലിയാണ് കേട്ടോ, മല്ലി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത് നല്ല പൗഡറാക്കി എടുക്കുന്നില്ല. ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു കുഞ്ഞു ഉരുളയിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതായത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. സ്പ്ലിറ്റായിട്ട് വന്നാലും മതി, മുഴുവനായിട്ട് ഇങ്ങനെ പൊടിയണമെന്നില്ല. ഒന്ന് സ്പ്ലിറ്റായിട്ട് കിട്ടിയാൽ മതി. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഇല്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു മുഴുവൻ മല്ലിയുടെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല പൗഡറും 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വരെ നമ്മുടെ കസൂരി മേത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് പൊടിച്ചിട്ട് അതും കൂടി ചേർക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കബാബ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഉപയോഗിച്ച് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മസാല ഉപയോഗിച്ചിട്ടാണ് ഇത് കോട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിലാണ് സാധാരണ ഈ ഒരു കബാബ് ചെയ്യുന്നത്. ഈ മസാല ഉപയോഗിച്ച് നല്ലതുപോലെ കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് 1 മാസം വരെയൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. ഇപ്പോഴേ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് റമദാനിലൊക്കെ എടുത്ത് ഫ്രൈ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എണ്ണയൊന്നും വേണ്ട. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഇതുപോലെ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ വരെ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഈ ഒരു കബാബ് വെച്ച് കൊടുത്ത് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കേട്ടോ. ഇത് കുറച്ച് സോഫ്റ്റാണ്. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവുകയും ചെയ്യും, കുറച്ച് എണ്ണ കുടിക്കുകയും ചെയ്യും. ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിട്ട് 2 വശവും ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ വേണ്ടൂ. ബാക്കിയൊക്കെ ഇതിൽ വേവിച്ച സാധനങ്ങളാണല്ലോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് റെഡി ആയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കബാബും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ 3 സ്നാക്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്